ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഇന്ദുവിനെയും ഗോകുലിനെയാണ് കേട്ടോ കാണിക്കുന്നത്. ഇവർ രണ്ടാളും ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു വരികയാണ്. അപ്പോൾ എന്താ എൻ്റെ ഏട്ടൻ ഭക്തനാവാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ, എന്താടി നീ പറയുന്നത്, നീ ആ ചന്ദനൊന്ന് നെറ്റി തൊട്ടുതാടി എന്നിങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ ആ ചന്ദനൊക്കെ ഇന്ത് തൊട്ട് കൊടുക്കുകയാണ്. ഇതേ സമയം എന്താ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാത്തത്, ഏട്ടൻ ഭക്തനാവാൻ തുടങ്ങിയോ, അല്ല പഴയ ഗോകുലാകുമോ എന്നൊരു പേടി എന്നുള്ളിൽ വരുന്നു. അതുകൊണ്ട് തന്നെ ആ ഗോകുലോട്ട് പോവാതിരിക്കാൻ ദൈവവിശ്വാസമൊക്കെ കുറച്ച് നല്ലതാണ്. ഞാൻ എൻ്റെ അച്ഛനും അമ്മയും നിന്നെ പോലെയൊക്കെ ആവട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ, അല്ലേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ, ആ മഞ്ചാടി ആ ജീവരാജിൻ്റെ കേസ് അതെന്തായി എന്ന് ചോദിക്കുമ്പോൾ, ജീവരാജ് ഇതുവരെ കേസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ആ ഒരു വീഡിയോ വൈറലായതുകൊണ്ട് തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇങ്ങനെ ജാമ്യം എടുക്കുകയാണ് നല്ലത്. എന്നാൽ എൻ്റെ ഏട്ടൻ അത് ചെയ്യാൻ നോക്ക്. പിന്നെ മഞ്ചാടിയോട് എൻ്റെ ഏട്ടൻ പകയൊന്നും വെച്ച് പുലർത്തണ്ട. ഏട്ടൻ്റെ അനിയത്തിക്കുട്ടിയായി അവളെ കണ്ട് പകയെല്ലാം മാറ്റി ഏട്ടൻ നല്ലൊരു ആളായി ജീവിക്കണം. അവളുടെ ഇഷ്ടത്തിനും ജീവിക്കട്ടെ, അവളൊരു വൃത്തികെട്ടവളാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആടി ഞാൻ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, അല്ല നിൻ്റെ കാര്യം എന്തായി, നീ ഇപ്പം എന്താ ചിന്തിക്കുന്നത്, നീ എന്താ വിചാരിക്കുന്നത്, എന്തായിട്ടാ ഏട്ടൻ എന്താ പറയുന്നത്, ഏട്ടൻ്റെയും അമ്മയുടെ അച്ഛൻ്റെയും ഒക്കെ അനിയത്തിക്കുട്ടിയായി എനിക്ക് ജീവിക്കണം. അല്ല രാഹുലിൻ്റെ കാര്യം, അയാളെക്കുറിച്ച് ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല, അയാൾ എന്നെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പം നീ അയാളുടെ വീട്ടിലോട്ട് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഏട്ടനും അമ്മയും അച്ഛനും എന്ത് പറയുന്നു അതിനനുസരിച്ച് ഞാൻ ചെയ്യത്തുള്ളൂ, എനിക്ക് എൻ്റേതായ ഒരു അഭിപ്രായമില്ല. കാരണം ഞാൻ അയാളിൽ നിന്നും മനസ്സിലാക്കിയ കാര്യം, അയാൾ എന്നെ ഇതുവരെ വിളിക്കാത്തതും എന്നോട് നല്ലപോലെ പെരുമാറാത്തതും എൻ്റെ കൂടെ നിൽക്കാൻ ഇടാത്തതും എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് കേൾക്കുന്ന രാഹുൽ ചോദിക്കുക, എന്തുകൊണ്ട്, അത് അയാൾക്ക് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ട്. അപ്പം ഞാൻ എന്തിനാ ഇഷ്ടമില്ലാത്ത ആളുടെ പിറകെ ഇങ്ങനെ നടക്കുന്നത്, എനിക്ക് പണ്ടേ അങ്ങനെ ഒരു സ്വഭാവമില്ല, നീ ഇപ്പോഴും ആ കൊച്ചുകുട്ടി തന്നെ എന്ന് ഗോകുൽ പറയുമ്പോൾ, ഞാൻ ആ കൊച്ചുകുട്ടി തന്നെയാണ്, എന്നെ ഇഷ്ടപ്പെടാത്തവരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞിട്ട് ഗോകുൽ പറയണേ, നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് രാഹുലിനെ കുറിച്ച്, അത് വേണ്ട, എനിക്കൊന്നും അറിയാൻ താല്പര്യമില്ല. എൻ്റെ ഏട്ടൻ തീരുമാനിക്കുക, എൻ്റെ അമ്മ തീരുമാനിക്കുക, എൻ്റെ അച്ഛൻ തീരുമാനിക്കുക, അയാളെക്കുറിച്ച് എന്നോടൊന്നും പറയണ്ട. നിങ്ങൾ ഇനിയിപ്പോൾ രാഹുലിൻ്റെ വീട്ടിലോട്ട് പോകണമെന്നാ എന്നോട് പറയുന്നതെങ്കിൽ ഞാൻ പോയിക്കോളാം, പോകണ്ട എന്നാ പറയുന്നെങ്കിൽ ഞാൻ പോകുന്നില്ല എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം ഇന്ദുവിനെയും കൂട്ടിയിട്ട് ഇങ്ങനെ ഗോകുല അമ്പലത്തിൽ നിന്ന് പോവുകയാണ്. ഇതേ സമയം കാണിക്കുന്നത് വിനയനെയാണ്. വിനയൻ ഇങ്ങനെ ശബരിയുടെ വീട്ടിലിങ്ങനെ വന്നിരിക്കുമ്പോൾ അനിത ചായയും പലഹാരം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് ധനൻ വരികയാണ്. അങ്ങനെ ധനൻ പറയണേ, നീ ഇപ്പോൾ വന്നോ, നിനക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ വിനയ, നീ സദാസമയം ഇവിടേക്ക് ഇങ്ങനെ വന്നിരുന്ന് ഈ ഭ്രാന്താസ്പത്രി കോടതി അങ്ങനെയൊക്കെ ആയി നടക്കുകയാണല്ലേ എന്നിങ്ങനെ പറയണം കേട്ടോ. എന്തായാലും നിനക്ക് ശബരി വണ്ടിക്കൂലിയൊക്കെ തരുന്നുണ്ടാവും, ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കില്ലേ നീ ഇങ്ങനെ വരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ വിനയം പറയണേ, അതെ എനിക്കൊരു കൂട്ടുകുടുംബത്തിൻ്റെയും ഒരു കൂട്ടുകുടുംബത്തിന് വരുന്ന സഹായത്തിൻ്റെയും ഒക്കെ എനിക്ക് ബന്ധങ്ങളുടെ വിലയറിയാം. ധനഞ്ചേട്ടൻ അതില്ലാത്തത് കൊണ്ടാണ് ധനഞ്ചേട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ബന്ധങ്ങളുടെ വിലയറിയാത്ത ഈ പൈസയുടെ കണക്കൊക്കെ നോക്കൂ എന്ന് പറയണ്ട. അപ്പോൾ ഈ സമയം, എടാ നീ എന്താടാ ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ, ഏതായാലും ഞാൻ ബന്ധങ്ങളുടെ വില അറിയുന്ന മനുഷ്യനും ഭാര്യ വീട്ടിൽ വന്ന് പെറ്റിക്കിടക്കുന്നവനും അല്ല എന്ന് പറയട്ടെ. അത് കേൾക്കുന്ന അനിത അങ്ങ് പൊട്ടിച്ചിരിക്കണം. അത് കേട്ട ഉടൻ തന്നെ ഇവിടെ ഇങ്ങനെ ധനം പറയണേ, എന്തിനാണ് നീ ചിരിക്കുന്നത്, കണ്ടവന്മാർക്കൊക്കെ ചായ ഉണ്ടാക്കി കൊടുക്കുക, അശോകൻ്റെ ഒരു വിധി ഇളിഞ്ഞും കൊണ്ട് മുന്നിലോട്ട് അങ്ങ് വരുമെന്ന് പറയണേ. അത് കേട്ട് രാമനാഥൻ, നീ എന്താടാ പറഞ്ഞത്, അശോകൻ്റെ വിധി എന്ന, അശോകൻ്റെ വിധി അശോകൻ തീരുമാനിച്ചോളും, അവളുടെ വിധി തീരുമാനിക്കാൻ നീ വരണ്ട. അപ്പോഴേക്കും ശബരി അങ്ങോട്ട് എത്തുക. അപ്പോൾ ശബരി ചോദിക്കുക, എന്താ ഇവന് ചെറിയൊരു ഞരമ്പിൻ്റെ കേടുണ്ടെന്ന് പറയണ്ട. അത് കേൾക്കുന്ന തന്നെ ശരിക്കും ദേഷ്യം പിടിക്കണം. അച്ഛൻ എല്ലാവർക്കും മുന്നിൽ എന്നെയായിട്ട് ഇങ്ങനെ വഷളാക്കരുത്. പിന്നെ ഞാൻ എന്ത് പറയണേടാ, വിനയൻ എന്ന് പറയുന്നത് ഇവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി വന്നതാണ്, ഇവിടുത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അവനും കൂടി ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആര് വേണം ആര് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനും കൂടെയാണ്. അപ്പോൾ വിനയം പറഞ്ഞതുപോലെ അച്ഛ വീട്ടിൽ വന്ന് കിടക്കുന്നവനല്ല എന്ന് പറയണ്ട കേട്ടോ. ഇതേ സമയം അച്ഛൻ ഇനിയിപ്പോൾ എൻ്റെ നേർക്ക് എടുത്തോ, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ധനൻ അവിടെ നിന്ന് പോകണം കേട്ടോ. ഇതേ സമയം വിനയനോട് പറയണേ, വിനയ നീ ഇതൊന്നും കാര്യമാക്കണ്ടേ, എനിക്കിതൊന്നും കുഴപ്പമില്ല, അവിടെ പറഞ്ഞോട്ടെ, അതൊന്നും ഞാൻ അത്ര വിഷയമാക്കുന്നില്ല, നല്ലൊരു കാര്യത്തിനല്ലേ, എന്തായാലും നമുക്ക് ഈ പെട്ടെന്ന് പോവാം ശബരി, കാരണം ഈ പറയുന്ന വക്കീലിനെ ചെന്ന് കാണണം, ദയയുടെ ഹൈക്കോടതിയിൽ നിന്നുള്ള ജാമ്യാപേക്ഷ എന്താണ് കിട്ടുന്നത്, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് അവരെ ഇറങ്ങുന്നു കേട്ടോ. ഇതേ സമയം രാമനാഥന് വലിയ വിഷമമാണ്. അപ്പോൾ അനിത പറയുന്നുണ്ട്, എന്തായാലും ഭക്ഷണം കഴിക്കാൻ വാച്ച എന്ന് പറയുമ്പോൾ എടുത്തു വെക്കുകയെന്നും പറയുന്നുണ്ട്. പിന്നീട് അനന്തമാഷിനെയാണ് കാണിക്കുന്നത്. വലിയൊരു പുലിക്കുട്ടിയായി തന്നെ അനന്തമാഷ് നല്ല ഭ്രാന്തളകി തന്നെയാണ് അനന്തമാഷി ഇങ്ങനെ സുശീലയുടെ വീട്ടിലെത്തുന്നത്. അങ്ങനെ അവിടുത്തെ മണി 1.5 മുഴക്കത്തിൽ അങ്ങ് അടിച്ചതിന് ശേഷം ഉമ്മറപ്പടിയിൽ അങ്ങ് നിന്നിട്ട് അതിൽ നിന്ന് നീങ്ങി നിൽക്കണം കേട്ടോ. അപ്പോൾ സുശീല അങ്ങനെ ആ വഴി വരികയാണ്. ഫ്ലാസ്കിൽ വെള്ളം നിറച്ച് വരുന്ന സമയമാണ്. അപ്പോൾ സുശീല അനന്തമാഷിനെ കാണുമ്പോൾ, അനന്തമാഷെ നിങ്ങളുടെ മകളെ ഇറക്കി വിട്ടോ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി, നിങ്ങളുടെ മകളെ ഇറക്കി വിട്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ.
എന്തായാലും അനുപമ എന്ന സ്ത്രീയെ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ട, അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ വാടകയ്ക്കെടുത്ത വീടാണിത്, ആ വീട്ടിൽ അവൾ താമസിക്കണമെന്ന് ഞങ്ങൾക്കില്ല എന്നുള്ള വാക്കും കൂടി ആവുമ്പോൾ ഉടൻ തന്നെ സോന അവിടെ എത്തിയിട്ടോ. എന്താ അമ്മേ, മുറ്റത്ത് നിന്നും അനിത മാഷിനോട് സംസാരിക്കുന്നത്, മാഷിനെ അങ്ങോട്ട് അകത്തോട്ട് കയറ്റി. അപ്പോഴാണ് സോനയുടെ കുഞ്ഞ് കരയുന്നത് കേട്ടോ. ആ മാഷേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിക്കുമ്പോഴേക്കും ഉടൻ തന്നെ സോനയോട് പറയണ, മോളെ ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചോളൂ, അകത്ത് കയറണമെന്നില്ല എന്ന് പറയട്ടോ. അപ്പോഴേക്കും സോനയോട് ദേഷ്യപ്പെടുകയാണ്. നിന്റെ കുഞ്ഞല്ലടി കരയുന്നത്, നീ എന്ത് കാണാനാണ് ഇവിടെ വാ പൊളിച്ച് നിൽക്കുന്ന, മര്യാദ അകത്ത് കയറിപ്പൊടി എന്ന് പറഞ്ഞിട്ട് സോനയെ വഴക്ക് പറയുമ്പോൾ അവിടെ നിന്ന് സോന അങ്ങ് പോകുന്നു കേട്ടോ. പിന്നീട് സുശീല പറയണം, അതെ നിങ്ങൾക്ക് കയറണമെന്നുണ്ടാവില്ല എന്ന് കരുതിയാണ് ഞാൻ നിങ്ങളോട് കയറണമെന്ന് പറയാഞ്ഞത്, മാഷിന് ഇനിയിപ്പോൾ കയറി ഇരിക്കണമെങ്കിൽ കയറി ഇരുന്നോളൂ. അപ്പോഴാണ് പ്രതിഭ വഴി വരുന്നത് കേട്ടോ. പ്രതിഭയെ കണ്ടുടൻ തന്നെ, എന്താടി നീ നോക്കി നിൽക്കുന്നത്, ഒളിച്ചും പാത്തും എനിക്ക് എന്താടി ഇവിടെ നിൽക്കുന്ന കാര്യം, അകത്തോട്ട് കയറിപ്പൊടി എന്ന് പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെടണം കേട്ടോ. അപ്പോഴേക്കും പ്രതിഭ ഇങ്ങനെ സുശീലയുടെ മുന്നിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുമ്പോൾ സുശീല മാഷിനോട് പറയണേ, ഇതാണ് തറവാടികളല്ലാത്ത വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചാൽ ഇങ്ങനെയൊക്കെ ഒരു കുഴപ്പമുണ്ടാവും, അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കണമായിരുന്നു എന്ന് സുശീല പറയുമ്പോൾ, ആ സുശീല അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം എന്ന് പറയണ്ട. അത് കേൾക്കുന്ന സുശീല ഒന്ന് ഞെട്ടുന്നുണ്ട്. സുശീലയുടെ തീരുമാനം എൻ്റെ മകളെ വേണ്ടെന്നാണ്. അതെ, നിങ്ങളുടെ മകളെ എനിക്ക് വേണ്ട, അനുപമ എന്ന ശല്യത്തെ ഇനി സ്വീകരിക്കാൻ തയ്യാറല്ല. അത് കേട്ട ഉടൻ തന്നെ മാഷ് പറയണത്, ശരി എൻ്റെ മകളെ നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ സുശീല, ഇന്ദ്രനുമായി ഞാൻ സംസാരിച്ചു, പക്ഷെ അവൻ എന്നോട് പറഞ്ഞത് അമ്മയുടെ നിലപാടല്ല അവൻ പറഞ്ഞത്, അവനെ കുറച്ച് ആലോചിക്കണം അങ്ങനെയുള്ള ഒക്കെ ഒരു സംസാരമാണ് അവൻ പറഞ്ഞത്. അപ്പോൾ അത് കേൾക്കുന്ന സുശീല പറയണേ, അവന് എൻ്റെ നിലപാടാണ്, അവന് നിങ്ങളുടെ മുഖത്തടിച്ച് പറയാൻ കഴിയില്ലല്ലോ അനുപമ എന്ന സ്ത്രീയെ വേണ്ടെന്ന്, പക്ഷെ അവൻ എന്നോട് പറഞ്ഞതാണ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞത്, അതുകൊണ്ട് അനുപമയെ ഇനി സഹിക്കാൻ തയ്യാറല്ല. ഇന്ദ്രൻ അങ്ങനെ നിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് കൊണ്ടാണല്ലോ സുശീലെ നിനക്ക് ഇന്ദ്രൻ ഇല്ലാത്ത സമയം നോക്കി ആ അർഷയെ ആ വീട്ടിൽ വന്ന് കയറ്റേണ്ട അവസ്ഥയും അർഷയ്ക്ക് കൊടുക്കേണ്ട അടി നീ എരുന്ന് വാങ്ങിയതും. ഞാൻ പറയുമ്പോഴേ എൻ്റെ മകൾ ഇതെന്നോ ചെയ്യണമായിരുന്നു, സുശീലയെ തന്നെ അടിക്കണമായിരുന്നു. ദേ പാതിരെ, നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കുന്ന സംസാരം പറയാൻ നിൽക്കരുത് കേട്ടോ, ഞാൻ പറഞ്ഞത് നേരാണ് സുശീലെ, എൻ്റെ മകൾ ഹർഷയെ അടിക്കേണ്ട അടിയല്ല, ഹർഷയെ അടിക്കേണ്ട അടിയിലല്ല നീ അടി പേടിക്കേണ്ടത് സുശീലെ, എൻ്റെ മകളുടെ കൈ കൊണ്ട് തന്നെ നേരിട്ട് അടിക്കണമായിരുന്നു, ഇങ്ങനെയാണെങ്കിൽ ഞാനത് പറഞ്ഞിരുന്നു, സുശീലയെ മാത്രം അടിക്കണമായിരുന്നു. ദേ പാതിരെ, എനിക്ക് ദേഷ്യം പിടിപ്പിക്കുന്ന സംസാരം നിങ്ങൾ സംസാരിക്കണ്ട, അങ്ങനെയല്ല സുശീല എൻ്റെ മകളെ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മകളെ ഞാൻ താലവും എടുത്ത് തരുന്ന സമയത്ത് നീ താലി തന്നപ്പോൾ എൻ്റെ മകൾ ഇവിടോട്ട് കുറേ സ്വർണ്ണാഭരണങ്ങൾ കെട്ടി വന്നിരുന്നല്ലോ, അതുമാത്രമല്ല ദാസ് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഇന്ദ്രനൊരു കടയിട്ട് കൊടുത്തിരുന്നല്ലോ, അതൊക്കെ എനിക്ക് തിരിച്ചു തരണം. അന്തസ്സുള്ളവളാണെങ്കിൽ സുശീല നീ അത് ചെയ്യണം, നീ പലതും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നീ തൻ്റെടിയായി നിന്ന് തൻ്റെ മക്കൾക്ക് അത് നേടിയെടുക്കുമ്പോൾ ഒരു അഭിമാനമൊക്കെ സുശീല നിന്നോട് എനിക്ക് തോന്നിയിരുന്നു, ഇപ്പോൾ നിന്നോട് എനിക്ക് അപമാനമാണ് തോന്നുന്നത്. കാരണം അർഷയെ പോലെ ഒരു പെണ്ണിനെ കൂട്ടുപിടിച്ചിട്ടാണല്ലോ എൻ്റെ മകളെ ഇന്ദ്രൻ്റെ ജീവിതത്തിൽ നിന്നും നീ ഒഴിവാക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ സുശീലെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മുന്നിൽ നീ തന്നില്ലെങ്കിൽ ഞാനും അനന്തമാഷിൻ്റെ മക്കളും ഈ വീട് കയറി അങ്ങ് നിരങ്ങുമെന്ന് പറയട്ടോ. അപ്പോഴേക്കും സോന അവിടെ എത്തി. സോനയും സംസാരങ്ങളൊക്കെ ആകെ കേട്ട് ഞെട്ടി നിൽക്കാണ്. എന്നാൽ ഈ സമയം പെട്ടെന്ന് സുശീലാകെ തളർന്നതുപോലെ, തൻ്റെ കണ്ണിലൂടെ പൊന്നിച്ചു പോയതുപോലെ, തൻ്റെ തല മൊത്തം ബ്ലാങ്ക് ആയതുപോലെ, അങ്ങനെ ഒരു മാനസികാവസ്ഥ സുശീലയ്ക്ക് വരികയാണ് കേട്ടോ. പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം സുശീല തിരക്ക് പിടിച്ച് നടക്കുന്ന ആ ഒരു റോഡിലൂടെ നടക്കുന്ന ആ ഒരു സീനാണ്. പിന്നീട് തൻ്റെ ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്കൂട്ടിയിൽ. അങ്ങനെ ഇന്ദ്രനെ വിളിക്കുകയാണ് സുശീല, എടാ നീ എവിടെയാടാ, ഞാനിതാ കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, നിനക്ക് തിരക്കുണ്ടോ? ഇല്ല, വൈകിട്ട് ലോഡ് ഇറക്കാൻ ഇറങ്ങണം. അത് വൈകിട്ടല്ലേ, നീ ഒരു പണി ചെയ്യ്, എന്ത് പണിയമ്മേ, ആ അനുപമ എന്ന സ്ത്രീയെ അവിടെ നിന്ന് ഇറക്കി വിട്, അത് ഞാൻ പറഞ്ഞതാണല്ലോ വിജയനോട്, എന്നാൽ വിജയനെയും കൂട്ടി നീ ഇപ്പം തന്നെ ഇറങ്ങണം, ഹൗസ് ഓണറേയും വിളിച്ചിട്ട് അനുപമ എന്ന സ്ത്രീയെ ഈ നിമിഷം നീ ഇറക്കി വിടണം. എന്തിനാ അമ്മ അതൊക്കെ ചെയ്യാൻ നിൽക്കുന്നത്, അത് സമയമാകുമ്പോൾ ഇറക്കി വിട്ടുള്ളൂ, അത് പറ്റില്ല. ആനന്ദമാഷി എന്നെ ഭീഷണിപ്പെടുത്തി നമ്മുടെ വീട്ടിൽ വന്ന് വായിൽ കൊള്ളാത്ത വർത്താനം പറഞ്ഞ് പോയതിന് ഇപ്പം കൊടുക്കണം ശിക്ഷ എന്ന് പറയുമ്പോൾ, അമ്മേ എന്താണ് ഈ പറയുന്നത്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ശരി അമ്മേ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. പിന്നീട് അനുപമയാണ് കാണിക്കുന്നത്. അനുപമയും ഭാനുവമ്മയും കൂടി ഇങ്ങനെ പോവാൻ വേണ്ടി പുറത്തോട്ട് വരികയാണ്. അപ്പോൾ ദാസങ്ങളുടെ വീട്ടിലോട്ട് അമ്പിളി ചേച്ചി മോനെ കൊണ്ടുപോയത് കൊണ്ട് രക്ഷപ്പെട്ടു, ഇനി നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിക്കാം. അപ്പോൾ അനുപമ പറയണേ, ഞാനൊരു ഓട്ടോ വിളിച്ചിട്ട് വരാം, അത് വേണ്ട, നമുക്ക് 2 പേർക്കും ഒരുമിച്ച് അങ്ങ് പോവാം എന്ന് അനുപമ പറയാണ്. അപ്പോഴാണ് ഗേറ്റ് തുറന്നിട്ട് വിജയനും ഹൗസ് ഓണറും വരുന്നത്. അത് കാണുന്ന ആരപ്പത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അനുപമ പറയണ, ഹൗസ് ഓണറും വിജയനാണല്ലോ, ഇനിയിപ്പോൾ ഒരുപക്ഷെ വീട് ഒഴിപ്പിക്കാനായിരിക്കുമോ വരുന്നത് എന്ന് പറഞ്ഞ് അനുപമ പുറത്തോട്ട് ഇറങ്ങാൻ
പറയുന്നതാണ്. അപ്പോഴേക്കും വിജയനോട് ചോദിക്കുകയാണ്, എന്താ വിജയേട്ട ഈ വഴിക്ക്? അതൊക്കെ ഉണ്ട് അനുപമേ ഞാനിപ്പോൾ വന്നത് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് പീതാംബരൻ. എന്തായാലും കയറിയിരിക്കും, അകത്തിരുന്ന് സംസാരിക്കാൻ. ഞങ്ങൾ ഇന്ദ്രൻ വിളിച്ചത് പ്രകാരമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഹൗസ് ഓണറേയും കൂട്ടിയിട്ട് ഈ വീടിന് ഒഴിപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ ഇത്ര പെട്ടെന്നോ എന്നിങ്ങനെ ഭാനുമ്മ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ഉടൻ തന്നെ അവിടെ വിജയൻ പറയണേ, ഇന്ദ്രൻ പിടിച്ച വാശിയാലോ. ഇന്ദ്രൻ പിടിച്ച മുയലിന് 3 കൊമ്പാണല്ലോ, അവന് വാശി തന്നെ ഉള്ളൂ, അത് തന്നെയാണല്ലോ അവനും അവൻ്റെ അമ്മയും ചെയ്തും കൊണ്ടിരിക്കുന്നതെന്ന് ഭാനുമ്മ പറയണേ. അപ്പോൾ വിജയൻ പറയണേ, ഞാനാണ് ഈ വീട് എടുത്തു കൊടുത്തത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീട് പെട്ടെന്ന് ഒഴിവാക്കി കൊടുക്കണം. പീതാംബരൻ സാറിനാണെങ്കിൽ ഇങ്ങനെ നൂലാമല കേസിലൊന്നും ഇടപെടുന്നത് ഇഷ്ടമല്ല. ഇന്ദ്രൻ അങ്ങ് ഭ്രാന്തളകിയാൽ അവനും അവൻ്റെ അമ്മയും ഭ്രാന്തളകി എന്തൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന് അറിയില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങണമെന്ന് പറയണ്ട. എന്നിട്ട് വിജയൻ പറയണേ, അതെ നിങ്ങളുടെ ആ ഒരു പേയ്മെൻറ്റ് ഉണ്ടല്ലോ, ഇന്ദ്രൻ അടച്ച പേയ്മെൻറ്റ്, അത് തിരിച്ചു കൊടുക്കുകയും ഞങ്ങളുടെ ആ ഒരു റെൻ്റ് എടുത്ത് ബാക്കി ഇന്ദ്രന് തിരിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഇത് വേറൊരാൾക്ക് വീട് നൽകുകയും ചെയ്തു എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന അനുപമ ഈ നിമിഷം ഈ സമയത്തോ എൻ്റെ സാധനങ്ങളെല്ലാം എടുക്കണ്ടേ എന്നിങ്ങനെ പറയുമ്പോൾ, നീ എടുത്തില്ലെങ്കിൽ ഈ പറയുന്ന സുശീലയും ഇന്ദ്രനും വന്ന് എടുക്കും, അത് വലിച്ചു വരി അവർ പുറത്തോട്ടിടും, അപ്പോൾ അതിനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് ചോദിക്കുമ്പോൾ അനുപമ ശരി ഞാൻ എൻ്റെ സാധനങ്ങൾ എടുക്കട്ടെ, ഭാനുമ്മയും കൂടി വാ എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി പോകുമ്പോൾ ഈ പീതാംബരനും ഈ വിജയനും തമ്മിൽ പരസ്പരം ഒന്ന് നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.